20th സെഞ്ച്വറി മലയാളം ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷനിൽ മൊഡ്യൂൾ 1 പോയട്രിയുടെ തിയറി പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ബാക്ക്ഗ്രൗണ്ട് ടു ദ ഗ്രോത്ത് ഓഫ് മലയാളം പോയട്രി. സോ മലയാളം എന്ന് പറയുന്നത് വൺ ഓഫ് ദി ദ്രവിഡിയൻ ലാംഗ്വേജസ് ആണ്. അത് 9th സെഞ്ച്വറി AD മാത്രമാണ് എന്തായി മാറിയത്, ഒരു ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ് ആയിട്ട് മാറിയത്. ആൻഡ് ഇറ്റ് ഈസ് എ മേജർ ലാംഗ്വേജ് ഓഫ് കേരളയിലും ലക്ഷദ്വീപിലെയും മേജർ ലാംഗ്വേജ് ആണ് മലയാളം എന്ന് പറയുന്നത്. സോ അതിനൊരു റിച്ച് ട്രഡീഷനാണ് ഉള്ളത്. ആൻഡ് ഓൾഡസ്റ്റ് വർക്ക്സ്, അതായത് മലയാളത്തിലുള്ള അല്ലെങ്കിൽ പോയട്രിയിലുള്ള ഓൾഡസ്റ്റ് വർക്ക്സ് എന്ന് പറയുന്നത്, പോയട്രിയിലും പ്രോസിലും ഉള്ള ഓൾഡസ്റ്റ് മലയാളം വർക്ക് എന്ന് പറയുന്നത് വൈശിക തതന്ത്രവും ഭാഷാ കൗടില്യവും കൂടിയാണ്. അപ്പോൾ പ്രോസിലെയും പോയട്രിയിലെയും രണ്ട് വർക്കുകളാണ്. ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള മലയാളം വർക്ക്സ് ആണ് വൈശിക തതന്ത്രവും ഭാഷാ കൗടില്യവും. ഏർലിയർ ടൈംസിൽ പോയംസിനെ നമ്മൾ പാട്ടെന്നായിരുന്നു വിളിച്ചിരുന്നത്. ആൻഡ് തമിഴ് സ്ക്രിപ്റ്റിലായിരുന്നു, നമ്മൾ തമിഴ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടായിരുന്നു എഴുതിയിരുന്നത്. ഓക്കെ. ആൻഡ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മീറ്ററിനെ, അതായത് റൈം, മീറ്റർ, അങ്ങനെയുള്ള ഇംഗ്ലീഷ് വാക്കുകളുണ്ടല്ലോ, അതിനെ നമ്മൾ മലയാളത്തിൽ എത്രക അല്ലെങ്കിൽ മോണ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പോയട്രി മലയാളത്തിൽ അപ്പിയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമചരിതം, അത് 13th സെഞ്ച്വറിയിലായിരുന്നു എഴുതിയിരുന്നത്. അതിൻ്റെ ഓതർ എന്ന് പറയുന്നത് ചീരാമൻ എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ യുദ്ധകാണ്ഡ അല്ലെങ്കിൽ ദ ബുക്ക് ഓഫ് വാർ ഫ്രം രാമായണ. ഓക്കെ. ആൻഡ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് 164 സ്റ്റാൻസാസ് ഉണ്ടായിരുന്നു. ആൻഡ് 1814 കപ്ലറ്റ്സ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്, അതായത് 2 ലൈൻ വീതം. അപ്പോൾ ഈ ഒരു പാട്ട് മൂവ്മെൻറ്റിലെ അല്ലെങ്കിൽ ഇങ്ങനെ പോയട്രി മൂവ്മെൻറ്റിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോയറ്റ്സ് എന്ന് പറയുന്നത് മലയൻകീഴ് മാധവൻ, പിന്നെന്താണ് വെള്ളങ്ങല്ലൂർ ശങ്കരൻ ആൻഡ് നിരണത്ത് രാമൻ. ഈ ട്രയോയാണ്. അവർ 16th സെഞ്ച്വറിയിലാണ് ജീവിച്ചിരുന്നത്. അവരെ കണ്ണശ കവികളെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മാധവനാണ് ഭഗവത്ഗീതയുടെ മലയാളം വേർഷൻ കമ്പോസ് ചെയ്തത്. ആൻഡ് ലോർഡ് കൃഷ്ണ, അതായത് കൃഷ്ണൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ ഉണ്ടല്ലോ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ, സോ പിന്നെ കൃഷ്ണൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഭഗവത്ഗീത കമ്പോസ് ചെയ്തത് മലയാളം വേർഷൻ എന്നാണ് പറയുന്നത്. വെള്ളങ്ങല്ലൂർ ശങ്കരൻ്റെ വർക്കാണ് ഭരതമാല, അത് മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് രാമൻ എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ നിരണത്ത് രാമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ്, നിരണം എന്നുള്ള സ്ഥലത്ത്, തിരുവല്ലയിലുള്ള നിരണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് കണ്ണശ രാമായണമാണ് കേട്ടോ, കണ്ണശ രാമായണം. ആൻഡ് ഇതാണ് ഫസ്റ്റ് കംപ്ലീറ്റ് രാമായണ റിട്ടൺ ഇൻ മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വർക്ക്സ് എന്ന് പറയുന്നത് മലയാളം പോയട്രിയുടെ ആ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള വരവിന് എന്താ പറയുക, റീസണായ 3 വർക്ക്സാണ്. മോസ്റ്റ് പ്രോമിനൻറ്റ് വർക്ക് ഈ ഒരു പോയട്രി മൂവ്മെൻറ്റിലുള്ളതെന്ന് വെച്ചാൽ കൃഷ്ണഗാഥയാണ്. 15th സെഞ്ച്വറിയിൽ ചെറുശ്ശേരി നമ്പൂതിരിയാണ് ഇത് എഴുതിയത്. രാമകഥാപാട്ട് എന്ന് പറഞ്ഞൊരു വർക്കും കൂടിയുണ്ട്, അത് അയ്യപ്പൻ പിള്ള ആശാനാണ് എഴുതിയത്, കോവളത്തുള്ള. ആൻഡ് അത് 16th സെഞ്ച്വറിയിൽ മുമ്പേ ഉള്ള വർക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിലൊക്കെ എന്താ പറയുക, ഈ ഒരു പാട്ട് ഇങ്ങനെ പാടിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്, അതായത് ഈ പാട്ട് പാടുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അക്കമ്പനിമെൻറ്റോട് കൂടിയാണ്. അത് ചന്ദ്രവളയം എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ മണിപ്രവാളം പോയട്രി എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു കോൺസെപ്റ്റും കൂടിയുണ്ട്. അതായത് മലയാളവും സാൻസ്ക്രിറ്റും കൂടി കമ്പൈൻ ചെയ്ത് പറയുന്നത്. മണിപ്രവാളം എന്താ പറയുക, സാൻസ്ക്രിറ്റുമായിട്ട് കുറച്ചും കൂടി ടെൻഡൻസി കൂടുതലായിട്ടുണ്ട്. മലയാളം പ്ലസ് സാൻസ്ക്രിറ്റാണ് മണിപ്രവാളം സ്റ്റൈൽ എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റ്സ് ഈ റോയൽ കോർട്ടിൽ നിന്നൊക്കെ എൻകറേജ്മെൻറ്റ് കിട്ടി എഴുതിയതാണ്. അതായത് മറ്റേ നമ്മൾ രാജകൊട്ടാരത്തിൽ നിന്നൊക്കെ പോയിറ്റ്സ് കാണുമല്ലോ, സോ അങ്ങനെ അവിടെയൊക്കെ റിസൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ എഴുതിയ ഇതൊരു സ്റ്റൈലാണ് മണിപ്രവാളം സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി മോഡേണിസത്തിൻ്റെ ബിഗിനിങ് എങ്ങനെയാണ് മലയാളം പോയട്രിയിൽ? മോഡേണിസം മലയാളം പോയട്രിയിൽ ബിഗിൻ ചെയ്ത് വെൺമണി ഗ്രൂപ്പിൽ നിന്നാണ്. അതായത് ആ ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ വെൺമണി ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പുതിയ ഫോംസും പുതിയ സബ്ജക്റ്റ് മാറ്ററുമായിട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങി. അവർ ഈ ക്ലാസിക് മോഡെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, ഉപേക്ഷിക്കാൻ തുടങ്ങി. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ എലീറ്റ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ബ്രാഹ്മൺ പോയിറ്റ്സ് ഉണ്ടല്ലോ, അതായത് അയ്യർ, ശർമ്മ, ഇങ്ങനെ വർമ്മ, ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ അവസാനിക്കുന്ന ബ്രാഹ്മൺ പോയിറ്റ്സ് ഉണ്ടല്ലോ, അവർ, അതുപോലെ തന്നെ നായർ പോയിറ്റ്സ്, അതായത് മേനോൻ, പിള്ളൈ, മാരാർ, പണിക്കർ, ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻലി അക്ഷരശ്ലോക എന്ന് പറഞ്ഞൊരു റെസിറ്റേഷനിൽ ഇങ്ങനെ എന്തായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരായിരുന്നു. ഓക്കെ. അപ്പം അക്ഷരശ്ലോക എന്ന് വെച്ചാൽ റെസിറ്റേഷൻ. പിന്നെ സമസ്യ എന്ന് പറയുന്നു, പോയറ്റിക് റിഡിൽസിലും ഇവരിങ്ങനെ പോലുള്ള ആളുകളൊക്കെ ഇവരൊക്കെ ആയിരുന്നു പാർട്ടിസിപ്പേറ്റ്
ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മോഡേൺ പീരീഡിൽ പിന്നെ വരുന്ന മറ്റൊരു റൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹം മോഡേൺ മലയാളം പീരീഡിൽ എന്താണ് പറയുന്നത്, ഈ പാട്ടും അതുപോലെ തന്നെ പോയട്രി പ്ലസ് മണിപ്രവാളം അത് ഒരു കമ്പൈൻ ചെയ്തിട്ടായിരുന്നു എഴുതിയിരുന്നത്. അദ്ദേഹം പോയറ്റുമാണ്, ഫിലോസഫറുമാണ്. പിന്നെന്താണ്, മോഡേൺ മലയാളം മൂവ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തൊരു റൈറ്ററും കൂടിയാണ് അദ്ദേഹം. പുതിയൊരു ലിറിക്കൽ മീറ്റർ അദ്ദേഹം കൊണ്ടുവന്നു. അതാണ് കിളിപ്പാട്ട്. കിളിപ്പാട്ടെന്ന് വെച്ചാൽ കിളിയെ കൊണ്ട് പാടിപ്പിക്കുന്ന എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. ഓക്കെ, രാമായണ കിളിപ്പാട്ട്, അധ്യാത്മ രാമായണ കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഇതൊക്കെ അദ്ദേഹം എഴുതിയതാണ്. അതായത് കിളി പറയുന്നത്, കിളിയാണ് അവിടുത്തെ സ്പീക്കർ. ഓക്കെ, ആൻഡ് ദെൻ എഴുത്തച്ഛന് ശേഷം പിന്നീട് കഥകളി അല്ലെങ്കിൽ ആ ഒരു ഡാൻസ് മ്യൂസിക് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലായിരുന്നു പിന്നെ ലിറ്ററേച്ചർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കണ്ടംപററി ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. കുഞ്ചൻ നമ്പ്യാർ വന്നു. കുഞ്ചൻ നമ്പ്യാർ എന്തിനാണ് കൊണ്ടുവന്നത്? തുള്ളൽ പ്രസ്ഥാനം കൊണ്ടുവന്നു. ഓക്കെ, അതായത് സൊസൈറ്റിയിലുള്ള ഈവിൾ തിങ്സിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം മിത്തോളജിക്കൽ കോണ്ടെക്സ്റ്റിലും മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അതർ ഫേമസ് പോയിറ്റ്സ് എന്ന് പറയുന്നത് കേരള വർമ്മയും പിന്നെ അതുപോലെ തന്നെ AR രാജരാജവർമ്മയും കൂടിയായിരുന്നു. മേജർ പോയിറ്റ്സ് കണ്ണശൻ പോയിറ്റ്സ് ആണ്, അല്ലെങ്കിൽ നിരണം പോയിറ്റ്സ് എന്നും അവരെ വിളിക്കും. ആരൊക്കെയാണ്? മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമപണിക്കർ. ആൻഡ് ഈ 3 പേരും നിരണം എന്നുള്ള സ്ഥലത്ത് നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതായത് തിരുവല്ലയിലുള്ള പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, തിരുവല്ല താലൂക്കിൽ. ഇവരെല്ലാം ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് തന്നെയാണ്. മാധവ പണിക്കരും ശങ്കര പണിക്കറും എന്താണ്, രാമപണിക്കരുടെ അങ്കിൾസ് ആയിരുന്നു. പിന്നെ കണ്ണപ്പ പണിക്കർ, അതായത് മാധവ പണിക്കറിൻ്റെ അച്ഛൻ, മാധവ പണിക്കരുടെയും ശങ്കര പണിക്കരുടെയും അച്ഛനാണ് കണ്ണപ്പ പണിക്കർ. അവിടെ നിന്നാണ് കണ്ണശൻ എന്നുള്ള പേര് വന്നത്. ഓക്കെ, പിന്നെ മോഡേൺ ഡേ റിസർച്ചേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ നിരണം പോയിറ്റ്സ് എല്ലാവരും സെയിം ഫാമിലിയിലുള്ളവർ തന്നെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ ഡിഫറെൻറ്റ് റീജിയൻസിലായിരുന്നു ബിലോങ് ചെയ്തിരുന്നതെന്നും പറയുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ഇതും കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അദ്ദേഹം ലീഡിങ് ലൈറ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്, കേരളത്തിൽ ഭക്തി മൂവ്മെൻറ്റ് കൊണ്ടുവന്നത് ഇദ്ദേഹമായിരുന്നു. ആൻഡ് ഇദ്ദേഹത്തിന് മലയാളത്തിലെ ഗുരു എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ് എന്ന് തന്നെ ഇദ്ദേഹത്തിനെ നമുക്ക് പറയാം. എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് മൂവ്മെൻറ്റിൻ്റെ ഒറിജിനേറ്റർ. അതായത് എഴുത്തച്ഛൻ ജനിച്ചതെന്ന് പറയുന്നത് പൊന്നാനി റിവറിൻ്റെ അടുത്ത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്താണെന്ന് നമുക്കറിയത്തില്ല. ആൻഡ് അദ്ദേഹത്തിനൊരു ബ്രദറുണ്ട്, എൽഡർ ബ്രദർ ഉണ്ട്, രാമൻ എന്നാണ് പേരെന്നൊക്കെ നമുക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് അദ്ദേഹം. സോ ചില റിസർച്ചേഴ്സ് പറയുന്നത് എന്താ പറയുക, രാമാനുജൻ അങ്ങനെയാണ് പേര്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നുള്ള രാമൻ്റെ അനുജൻ, അങ്ങനെയാണ് രാമാനുജൻ എന്നുള്ള പേര് വന്നതെന്നും പറയുന്നു. മെയിൻ വർക്ക്സ് ഓഫ് എഴുത്തച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ അധ്യാത്മ രാമായണ കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് വരുന്നുണ്ട്, 24 വൃത്തം വരുന്നുണ്ട്, പിന്നെ ഹരിനാമ കീർത്തനം വരുന്നുണ്ട്, ചിന്താരത്നം വരുന്നുണ്ട്, ഉത്തര രാമായണം വരുന്നുണ്ട്. അടുത്തത് ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരി ഒരു മലയാളം പോയറ്റാണ്, കൃഷ്ണഗാഥയുടെ ഓതറാണ്. ആൻഡ് ഈ കൃഷ്ണഗാഥ എന്നുള്ള വർക്ക് ഒരു മലയാളം ലിറ്ററേച്ചറിൽ ലാൻഡ്മാർക്ക് വർക്കാണ് കേട്ടോ. ആൻഡ് അദ്ദേഹം ഏത് കാലത്താണ് ജീവിച്ചിരുന്നതെന്നും ഏതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ റിയൽ നെയിമെന്നും നമുക്ക് ക്ലിയർ അല്ല. ഉദയവർമ്മ രാജ എന്നുള്ള രാജാവിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ഒരു പോയിറ്റാണ് ഇദ്ദേഹം. ചെറുശ്ശേരി ഇല്ലത്താണ് ഇദ്ദേഹം, ആൻസെസ്ട്രൽ ഹോമാണ് ചെറുശ്ശേരി ഇല്ലം, വടകരയിലാണ് അതിപ്പം. അപ്പോൾ സ്കോളേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദയവർമ്മ രാജ എന്നുള്ള രാജാവിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയെന്നാണ് പറയുന്നത്. ആൻഡ് ഇതിനെ ഫസ്റ്റ് മഹാകാവ്യ അല്ലെങ്കിൽ എപ്പിക് പോയം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. പിന്നെ ചെറുശ്ശേരി എന്താണ് പറയുക, ബിസൈഡ്സ് കൃഷ്ണഗാഥ ചെറുശ്ശേരി ഭരതം എന്ന് പറഞ്ഞൊരു ഇതും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പം ഭരതഗാഥ എന്നും അതിനെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പൂന്താനം നമ്പൂതിരിയാണ്. അദ്ദേഹം ഒരു പോയറ്റാണ്, ലോർഡ് കൃഷ്ണയുടെ വളരെ സ്റ്റോഞ്ച് ആയിട്ടുള്ള ഡിവോട്ടിയാണ്. ആൻഡ് പിന്നെന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത് ജ്ഞാനപ്പാനയാണ് കേട്ടോ. ആൻഡ് പൂന്താനം നെന്മേനി ആശ്രമത്ത്, അതായത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള പെരിന്തൽമണ്ണയുള്ള അവിടെയാണ് ജനിച്ചതെന്നാണ് പറയുന്നത്. പൂന്താനം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൻ്റെ യഥാർത്ഥ പേരാണ്. ആൻഡ് ജ്ഞാനപ്പാന കൂടാതെ അദ്ദേഹം ഭാഷാകർണാമൃതം, പിന്നെ സന്താന ഗോപാലം പാന, പാർത്ഥസാരഥി സ്തവം, നാരായണ കീർത്തനം ഇങ്ങനെയുള്ള വർക്കുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആൻഡ് പിന്നെ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഒറിജിനേറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുള്ളലെന്ന് വെച്ചാൽ എന്താ, മ്യൂസിക്കും ഡാൻസും കൂടിയുള്ള ഒരു കൈൻഡ് ഓഫ് എന്താണ് ആർട്ട് വർക്കാണ് തുള്ളലെന്ന് പറയുന്നത്. ഒരു പോപ്പുലർ ആർട്ട് ഫോമാണ് കേരളത്തിലെ. ആൻഡ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് പോയറ്റ് ഓഫ് ദി മാസസ് എന്നാണ്, അതായത് ആളുകളുടെ കവി എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പേരൻസിനെ കുറിച്ചൊന്നും വലിയ വിവരമൊന്നുമില്ല. അതുപോലെ തന്നെ ഏത് കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജനിച്ചതെന്നുള്ള കാര്യങ്ങളോ ഒന്നും, ജീവിച്ചതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ക്ലാരിറ്റി ഒന്നുമില്ല. പിന്നെ കലക്കത്ത് വീട്ടിലാണ് ജനിച്ചത്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള കിള്ളിക്കുറിശിമംഗലത്ത്. അച്ഛൻ എന്ന് പറയുന്നത് നമ്പൂതിരി, അതായത് കിടങ്ങൂർ കല്ലമ്പള്ളി ഇല്ലത്തിലെ നമ്പൂതിരിയാണെന്നും അമ്മ ഒരു നങ്ങിയാറാണെന്നും ഒക്കെ ഇങ്ങനെ കേട്ടുകേൾവിയുണ്ട്. പിന്നെ
എന്താണ് പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം ഇദ്ദേഹം അമ്പലപ്പുഴയിലാണ് താമസിച്ചതെന്നും പഠിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ട്, ജീവിച്ചതെന്ന് പറയുന്നുണ്ട്. നമ്പ്യാരുടെ വർക്ക് പറയുന്നുണ്ട് ഇദ്ദേഹം കളരി പഠിച്ചിട്ടുണ്ടെന്ന്. അതായത് കളരി എന്ന് പറയുമ്പോൾ അറിയാലോ, കേരളത്തിലെ മാർഷൽ ആർട്ട് ഫോമാണ്. പിന്നെ സാൻസ്ക്രിറ്റ് പഠിച്ചത് മാധൂർ പണിക്കറിൻ്റെ അടുത്തു നിന്നാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ആസ്ട്രോളജി, ലിറ്ററേച്ചർ, ഗ്രാമറൊക്കെ ഇദ്ദേഹത്തിന് നല്ല അറിവുണ്ട്. പിന്നെ കുഞ്ചൻ നമ്പ്യാർ ഇദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുന്നത് മിഴാവ് എന്നുള്ളൊരു മ്യൂസിക്കൽ ഡ്രം വെച്ചിട്ട് പെർഫോം ചെയ്തിട്ടാണ്. കൂടിയാട്ടത്തിലൂടെയാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ചാക്യാർ കൂത്തിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പം സ്റ്റോറി ഇങ്ങനെയാണ്. അതായത് ഒരു ദിവസം ചാക്യാർ കൂത്ത് പെർഫോമൻസിനിടയിൽ നമ്പ്യാർ ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ ചാക്യാർ, അതായത് ചാക്യാർ കൂത്ത് നടത്തുന്ന ചാക്യാർ എന്ത് ചെയ്തു, നമ്പ്യാറിനെ കളിയാക്കി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, നെക്സ്റ്റ് ഡേ നമ്പ്യാർ തുള്ളലെന്നും പറഞ്ഞ് ചലഞ്ച് ചെയ്ത്, ചാക്യാരെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു സംഭവം കൊണ്ടുവന്നു, ആ ഒരു ഫോം പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ പിന്നെന്താണ്, അദ്ദേഹം അങ്ങനെ തിരുവനന്തപുരത്ത് ഈ തുള്ളലൊക്കെ നടത്തിയാണ് ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് റേബീസ് വന്ന് മരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. നമ്പ്യാറിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് രാജാവ് നമ്പ്യാറിന് വീരശൃംഖലയും അതുപോലെ തന്നെ 2 കാലും അങ്ങനെ കുറച്ച് എന്താ പറയുക, കുറച്ച് അന്നത്തെ അവാർഡ്സിന് തുല്യമായിട്ടുള്ള കുറേ സ്ഥാനമാനങ്ങളൊക്കെ ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നു. പിന്നെ ഹ്യൂമറും സറ്റയറും കൂടിയാണ് തുള്ളലിനകത്ത് വരുന്നത്. അതായത് സൊസൈറ്റിയിലുള്ള ഈവിളായിട്ടുള്ള നടക്കുന്ന ഇഷ്യൂസിനെ കുറിച്ച് ഇദ്ദേഹം എന്ത് ചെയ്യും, കളിയാക്കിക്കൊണ്ട് പറയും. ഓക്കെ, ദെൻ കണ്ടംപററി മലയാളം പോയട്രിയാണ് അടുത്തത്. മലയാളം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ലിംഗ്വ ഫ്രാങ്കയാണ് അല്ലേ. ലക്ഷദ്വീപിലും അതുപോലെ തന്നെ പുതുച്ചേരിയിലും ഒക്കെ എന്താണ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ക്ലാസിക്കൽ ലാംഗ്വേജസ് ഇൻ ഇന്ത്യയാണ്. ആൻഡ് മലയാളം ലിറ്ററേച്ചർ പിന്നെ എന്താ ഒരു സൗത്ത്, അല്ലെങ്കിൽ മലയാളം എന്ന് പറഞ്ഞ സൗത്ത് ദ്രവീഡിയൻ ലാംഗ്വേജ് ആണ് നമ്മുടെ കേരളത്തിൽ സംസാരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് കേരളയിലാണിത് സംസാരിക്കുന്നത്. ആൻഡ് മലയാളത്തിലെ ഫസ്റ്റ് ട്രാവലോഗ് എന്ന് പറയുന്നത് വർത്തമാന പുസ്തകമാണ്. അത് പിന്നെ തോമ കത്തനാർ എഴുതിയതാണ്. 1785. ദെൻ 6 ജ്ഞാനപീഠ അവാർഡുകൾ മലയാളം ലിറ്ററേച്ചറിൽ, അതായത് ഒരുപാട് 6 മലയാളം റൈറ്റേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് പിന്നെന്താണ്, തുഞ്ചത്ത് എഴുത്തച്ഛനാണ് നമ്മുടെ മലയാളം സ്ക്രിപ്റ്റിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എഴുതിയത്. ഓക്കെ, ദെൻ മോഡേൺ മലയാളം സ്ക്രിപ്റ്റിൻ്റെ കാര്യവും കൂടിയാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂൾ 1 പറയുന്നത്. അപ്പോൾ എഴുത്തച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എഴുതിയത് നമ്മുടെ ഇപ്പോഴത്തെ മലയാളം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്.